മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് ജോലിക്ക് പോകുന്നതോർത്ത് ആദ്യമൊക്കെ എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കൊളീഗ്സിൻ്റെ കൂടെയുള്ള ടീ ബ്രേക്കും ലഞ്ചുമൊക്കെ ഓർത്തപ്പോൾ. പക്ഷേ പോകാനുള്ള ഡേറ്റ് അടുത്തതോടെ എന്തെന്നില്ലാത്തൊരു വെപ്രാളമോ പരവേശമോ ആയി അത് മാറി. ഞാൻ കാണിക്കുന്ന എല്ലാ കോപ്രായങ്ങൾക്കും ചിരിച്ച് കളിച്ചിരിക്കുന്ന ബസൂട്ടനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നത് തന്നെയായിരുന്നു പ്രധാന കാരണം. അവൾക്ക് കൃത്യം 6 മാസം തുടങ്ങിയ അന്നാണ് ഞാൻ റീജോയിൻ ചെയ്തത്. അമ്മയെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോകുന്നത് എന്നത് മാത്രമായിരുന്നു ഏക ആശ്വാസം. പോകുന്ന അന്ന് രാവിലെ ഒരുപാട് തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു. പീലിയെ സ്കൂളിൽ വിടണം, കുഞ്ഞിനുള്ള പാലെടുത്ത് വെക്കണം, പിന്നെ എനിക്ക് കുറച്ച് സാരികൾ ഡെലിവറി ചെയ്യാനുള്ളത് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ. ഓഫീസിലെത്തിക്കഴിഞ്ഞ് അന്നത്തെ എൻ്റെ കോൾ ലോഗിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ കുറുക്ക് കുടിക്കുമോ, ഉറങ്ങുമോ, വഴക്കിടുമോ, എന്നെ കാണാതെ വിഷമിക്കുമോ, അതാർക്കെങ്കിലും മനസ്സിലാകുമോ, അവൾക്ക് പറയാനറിയില്ലല്ലോ. അങ്ങനെ 100 ചിന്തകൾ. മാനസികമായി മാത്രമല്ല, ശാരീരികമായും എന്തൊക്കെ തയ്യാറെടുപ്പുകൾ ഉണ്ടെങ്കിലാണ് ഒരമ്മയ്ക്ക് ഡെലിവറി കഴിഞ്ഞ് ജോലിക്ക് പോകാനാകുക നിങ്ങൾക്കറിയോ? പാലെടുത്ത് വെക്കണം, കുറുക്ക് ശീലിപ്പിക്കണം, പകലൊക്കെ പാല് കൊടുക്കാതിരിക്കുമ്പോൾ പാല് കെട്ടിക്കിടക്കുന്ന വേദന സഹിക്കണം, കുറേ നാൾ കൂടി ഓടി നടക്കുന്നതിൻ്റെ ക്ഷീണം, നടുവേദന. തിരികെ വന്ന് നമ്മളെ നോക്കി കാത്തിരിക്കുന്ന കുഞ്ഞിക്കണ്ണുകൾ കാണുമ്പോഴുണ്ടല്ലോ ഹൃദയം അങ്ങ് നുറുങ്ങിപ്പോകുന്ന വേദനയാണ്. സോറി വാവേ, അമ്മ ലവ് യു എ ലോട്ട്. Hats off to all working mothers go to work after delivery and their heart left at home.